പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ശാന്തമായിട്ട് കണ്ണടച്ചായിരിക്കാം ഈശോയുടെ മുമ്പിൽ. ഇനി ആരും കണ്ണു തുറന്നു നോക്കരുത്. ഉൾക്കണ്ണുകൊണ്ട് ഈശോനെ കാണണം. അന്ധയാചകൻ യേശുവിനെ കണ്ടത് കണ്ണു തുറന്നു നോക്കിയിട്ടില്ല, ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് യേശുവിനെ കണ്ട് വിളിച്ചപ്പോഴാണ് യേശു അവിടെ നിൽക്കാനിടയായത്. കണ്ണെല്ലാം അടച്ചേ. പുറമെ എന്ത് നടക്കുന്നൊന്നും നോക്കണ്ട, ആര് എന്ത് ചെയ്തെന്ന് നോക്കണ്ട. നീ നിന്റെ ദൈവത്തെ സ്തുതിച്ച് ആരാധ്യം മഹത്വപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആരാധിക്കുന്ന സമൂഹമായി മാറുകയാണ്. നമ്മൾ പ്രിയമുള്ളവരെ ചോദിച്ചാൽ മാത്രം പോരാ, ദൈവത്തെ ആരാധിക്കാൻ നാം തയ്യാറാകണം. ഇനി നമ്മൾ അങ്ങോട്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. ഇനിയുള്ള സമയം മുഴുവനും ഈശോനെ ആരാധിക്കുകയാണ്. സ്വർഗവാസികളോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധന്മാരോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. അതിനാൽ ആത്മാർത്ഥമായിട്ട് അധരങ്ങൾ തുറക്കണം എല്ലാവരും. ആരും വെറുതെ ഇരിക്കരുത്. ആ ഒരു കാഴ്ചക്കാരായിരിക്കാൻ പാടില്ല. എല്ലാ അധരങ്ങളും തുറന്ന് ആത്മാർത്ഥമായ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ദൈവത്തെ ആരാധിക്കണം. തീർച്ചയായും ഇവിടെ വലിയ വിടുതലുണ്ടാകും, സൗഖ്യമുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈശോ സാധിച്ചു തരും. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈശോ കണ്ട് അത് സാധിച്ചു തരും. ആത്മാർത്ഥമായി ആരാധിച്ചാൽ വിടുതലുണ്ടാകും. പ്രിയമുള്ളവരെ, ആരാധിക്കുകയാണ്. ശിഷ്യന്മാര് യേശുവിനെ ആരാധിച്ചു. അവർ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്, ആരാധിക്കുക ചെയ്തത്. അതിനാൽ പ്രിയമുള്ളവരെ, ആരാധിക്കാൻ നാം തയ്യാറാകണം. മനസ്സമാധാനമാണ് നമുക്ക് ആവശ്യം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സമാധാനമാണ്. സ്വസ്ഥതയില്ല, എവിടെ പോയിട്ടും ശാന്തത ലഭിക്കുന്നില്ല, കുടുംബത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല, വലിയ തിന്മയാണുള്ളത്, സമാധാനമില്ല. ഈശോയെ, എൻ്റെ ഭവനം ഒരു നരകമാണ്, അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. ഭർത്താവിൻ്റെ മദ്യപാനം, മക്കളുടെ വഴിവിട്ട ജീവിതം, ഭാര്യയുടെ വഴിവിട്ട ജീവിതം, എന്തിനും ഏതിനും കുറ്റം പറയുന്ന, ശപിക്കുന്ന എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്. അവിടെ വളരുന്ന മക്കൾക്ക് സമാധാനമില്ല, പഠിക്കാൻ കഴിയുന്നില്ല, ജോലിയില്ല, വരുമാനമില്ല, വഴിയോരങ്ങളിൽ തെണ്ടി നടക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഈശോയെ, കരുണയായിരിക്കണമേ. ഈശോയെ, എനിക്ക് ശാന്തിയും സമാധാനം തരണമേ. ഈശോ, എനിക്ക് വേറൊന്നും വേണ്ട, ഭാഗ്യമായ നേട്ടങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല, മനസ്സമാധാനം തരണം ഈശോയെ. അങ്ങനെ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. കണ്ണടച്ച് ആത്മാർത്ഥം പ്രാർത്ഥിച്ച്, ഈശോ നമുക്ക് തരുന്നത് സമാധാനമാണ്. പ്രിയമുള്ളവരെ, സൗഖ്യമല്ല വേണ്ടത്, മനസ്സമാധാനം. സമാധാനമായി ഒന്ന് കടന്നുറങ്ങാൻ, എന്തിനേയും അതിജീവിക്കാനുള്ള ശക്തി, പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ, അതാണ് നമുക്ക് വേണ്ടത്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോനാഥ, ജീവിക്കുന്ന യേശുവേ, പ്രിയമുള്ളവരെ, ഇതാണ് ഈശോ. ഈ അൾത്താരയിൽ ഈ ഗോതമ്പ് രൂപത്തിരിക്കുന്നതാണ് ഈശോ. ഇതാണ് യഥാർത്ഥ ഈശോ. ഈശോ പറഞ്ഞു, ഞാൻ ലോകാവസാനം വരെ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. പ്രിയമുള്ളവർ, ഇതാണ് ഈശോ. ഈ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. യേശുവിനെ നമ്മൾ ആരാധിക്കേണ്ടത്. ഇതിനെ പ്രിയമുള്ളവർ, ജീവിതം ആരാധനയാക്കി മാറ്റണം. ജീവിതം ആരാധനയാക്കി മാറ്റിയാൽ നിന്റെ ജീവിതം മുഴുവനും മറിയും. എല്ലാ കഷ്ടപ്പാടും മാറിക്കിട്ടും. യേശുവിനെ ആരാധിക്കുക. മറ്റൊന്നിനെയും മറ്റാരെയും നീ ആരാധിക്കണ്ട, മറ്റാരുടെയും പുറകെ നീ പോകണ്ട. യേശുവിനെ, ജീവിക്കുന്ന സർവശക്തനായ ദിവ്യകാരൻ ഈശോയെ നീ ആരാധിച്ചേ, നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. നീ ഇന്ന് പറയുന്ന നിന്റെ കഷ്ടപ്പാടുകളും വേദനകളും, നിന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളെല്ലാം, നിന്റെ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റാൻ ദിവ്യകാരൻ ഈശോയ്ക്ക് സാധിക്കും. ആ ഈശോയുടെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ജീവിക്കുന്ന ദിവ്യകാരൻ ഈശോ. യേശുവിലേക്ക് നോക്കാം, യേശുവിനെ സ്വന്തമാക്കാം, യേശുവിൻ്റെ മക്കളായി തീരാൻ പരിശ്രമിക്കാം. തീർച്ചയായും ഈശോ നമ്മൾ അനുഗ്രഹിക്കും. നമ്മുടെ കൂടെ ആയിരിക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ആഗ്രഹം ആര് സാധിക്കുന്നുവോ അവരിലേക്ക് ഈശോ കടന്നു വരും. നന്ദിയോടെ ഒരു ഗാനം ആലപിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരുപാട് കൃപകൾ ഈശോ തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായ കൃപകളാൽ നമ്മൾ അലങ്കരിച്ചിരിക്കുകയാണ് ഈശോ. അതിനെ പ്രിയമുള്ളവരെ, നന്ദിയോടെ നമുക്കായിരിക്കാം. ഈ ആരാധനയുടെ അവസാനത്തെ പ്രവേശിക്കുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. കയ്യടിച്ചുണ്ടായിരിക്കാം, കയ്യടിച്ച്
സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമായി, തന്റെ മാർവിൽ ദിനം ദിനമായി. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമായി, തന്റെ മാർവിൽ ദിനം ദിനമായി. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഹല്ലേലൂയ 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 യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന യേശുവേ നന്ദി, യേശുവേ നന്ദി. ദിവികാരണീശോയെ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന രക്ഷക ആരാധന. ആരാധന ആരാധന രക്ഷക ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.